നമസ്കാരം. ഇക്കഴിഞ്ഞ ജൂൺ 19 മുതൽ 22 വരെ കാര്യവട്ടം ക്യാമ്പസിൽ വെച്ച് കേരള സർവകലാശാല റിസർച്ചേഴ്സിൻ്റെ ഒരു ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുകയുണ്ടായി. ഈ ഫെസ്റ്റിവലിൻ്റെ പേരായിരുന്നു ഹൈറ്റ്സ് 2023. ഹൈറ്റ്സ് 2023 എന്താണെന്നും അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നും എന്നതിനെക്കുറിച്ചൊക്കെ കേരള യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹിന്ദിയിലെ കുറച്ച് റിസർച്ചേഴ്സ് നമുക്ക് പറഞ്ഞു തരും. കേരള സർവകലാശാലയുടെ ഹിന്ദി വിഭാഗത്തിലെ ഗവേഷക വിദ്യാർത്ഥികളാണ് ഞങ്ങൾ. കേരള സർവകലാശാലയുടെ ഗവേഷണ പ്രവർത്തനങ്ങൾ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നതിനായിട്ടാണ് കേരള സർവകലാശാല റിസർച്ചേഴ്സ് ഫെസ്റ്റ് ഹൈറ്റ്സ് 2023 സംഘടിപ്പിച്ചിരിക്കുന്നത്. പഠന വിഭാഗങ്ങൾ അവരുടെ ഗവേഷണ പ്രവർത്തനങ്ങൾ പൊതുസമൂഹത്തിൽ എത്തിക്കുന്നതിനായി പലവിധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. തലത്തിലായിട്ടാണ് ഗവേഷകോത്സവം നടക്കുന്നത്. യൂണിവേഴ്സിറ്റി ലെവൽ, സ്കൂൾ ലെവൽ, ഡിപ്പാർട്ട്മെൻറ്റ് ലെവൽ എന്നിങ്ങനെയുള്ളത്. അതുപോലെ തന്നെ ഇവിടെ വിവിധ വേദികളിൽ പല മേഖലകളിൽ പ്രഗത്ഭരായ ആളുകൾ സംസാരിക്കുന്നുണ്ട്. സയൻസ്, സോഷ്യൽ സയൻസ്, ഹ്യൂമാനിറ്റീസ്
എന്നീ പഠന വകുപ്പുകളിലെ പ്രവർത്തനങ്ങളും അവരുടെ നൂതന സാങ്കേതിക പഠന വിദ്യകളും പൊതുസമൂഹത്തിൽ എത്തിക്കുന്നതിനായിട്ടുള്ള ശ്രമങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ എക്സിബിഷൻ, ഇൻവൈറ്റഡ് ടോക്ക്, ഡോക്യുമെൻ്ററി പ്രസൻറ്റേഷൻ എന്നിവയും എല്ലാ പഠന വിഭാഗങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ വൈജ്ഞാനിക സമൂഹത്തിന് കേരള സർവകലാശാലയ്ക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഭാവനയാണ് ഞങ്ങളുടെ ഗവേഷകോത്സവം. ഹൈറ്റ്സ് ഫെസ്റ്റിവൽ എന്താണെന്നും അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നും നിങ്ങൾക്ക് ഇതിനോടകം മനസ്സിലായിട്ടുണ്ടാവും. പ്രത്യേകതകൾ മനസ്സിലായ സ്ഥിതിക്ക് അതിൻ്റെ കൂടെ പ്രസക്തിയും മനസ്സിലാക്കണമല്ലോ. ഹൈറ്റ്സ് ഫെസ്റ്റിവലിൻ്റെ പ്രസക്തിയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരിക സെൻറ്റർ ഫോർ കമ്പ്യൂട്ടേഷണൽ ബയോളജി ആൻഡ് ബയോ ഇൻഫോർമാറ്റിക്സിൻ്റെ ഡയറക്ടർ ഡോക്ടർ അച്യുത് ശങ്കർ എസ് നായർ സാറാണ്. കേരള യൂണിവേഴ്സിറ്റി റിസർച്ച് ഫെസ്റ്റ് വളരെ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തേണ്ടുന്ന ഒരു നല്ല ഒരു പ്രവർത്തനമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. 100 കണക്കിന് വിദ്യാർത്ഥികൾ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ കയറി ഇറങ്ങുകയും അവിടുത്തെ ഗവേഷണത്തെക്കുറിച്ച് അവർക്ക് അഭിനിവേശം ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രദർശനങ്ങൾ കാണുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ യുവതലമുറയിലെ കുട്ടികൾക്ക് ഗവേഷണത്തോടുണ്ടാകുന്ന ആഭിമുഖ്യം ഭാവിയിൽ യൂണിവേഴ്സിറ്റിയിൽ കൂടുതൽ മെച്ചപ്പെട്ട വിദ്യാർത്ഥികൾ എത്തിച്ചേരാൻ ഇടയാക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും അവ അണിഞ്ഞൊരുങ്ങി അവയുടെ ഗവേഷണ ഫലങ്ങളെ ക്രോഡീകരിച്ച് അവയെ പോസ്റ്ററുകളാക്കിയും പ്രദർശന വസ്തുക്കളാക്കിയും മാറ്റുകയും ചെയ്തപ്പോൾ അവർക്കൊരു തിരിച്ചറിവ് അവരുടെ തന്നെ പ്രവർത്തനത്തിനെക്കുറിച്ചും ഒരു വിലയിരുത്തലും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതും കൂടെയാണ് ഈ റിസർച്ച് ഫെസ്റ്റിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് എനിക്ക് പറയാം. KSRTC വണ്ടികളെ നമ്മൾ പൊതുവെ ആനവണ്ടികളെന്നാണ് വിളിക്കാറ്. കട്ടപ്പുറത്തായിരുന്ന ഒരു ആനവണ്ടിയുടെ നെറുകയിൽ കേരള യൂണിവേഴ്സിറ്റിയും ഇവിടുത്തെ സെൻറ്റർ ഫോർ കമ്പ്യൂട്ടേഷണൽ ബയോളജി ആൻഡ് ബയോ ഇൻഫോർമാറ്റിക്സും ചേർന്ന് തലോടിയപ്പോൾ അതിൻ്റെ തലവര തന്നെ മാറി. ഇനി അതിനെക്കുറിച്ചാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്പ്യൂട്ടേഷണൽ ബയോളജി ആൻഡ് ബയോ ഇൻഫോർമാറ്റിക്സിൻ്റെ പ്രദർശനങ്ങളിൽ വളരെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു പ്രദർശനമാണ് ഈ റിസർച്ച് ആൻഡ് ഇന്നൊവേഷൻ ആനവണ്ടി. ഈ വാഹനത്തിനുള്ളിൽ നിറച്ച് ചെറിയ ഉൽപ്പന്നങ്ങളും വസ്തുക്കളും പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. ഓരോ സീറ്റിലും വിദ്യാർത്ഥികൾക്ക് അതിനടുത്ത് വന്ന് കൂട്ടമായിട്ട് ഇരിക്കാനും അതിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന വസ്തുക്കളെക്കുറിച്ച് ചർച്ച ചെയ്ത് അതിനെ എങ്ങനെ മെച്ചപ്പെടുത്താൻ സാധിക്കും, അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുക, അതിനെക്കുറിച്ചിട്ടുള്ള ഉത്തരങ്ങൾ ചിന്തിക്കുക, ഇതിനൊരു ഇടമായിട്ടാണ് ഇപ്പോൾ ബസ് ഉപയോഗിക്കുന്നത്. ഈ ബസ്സിനകത്ത് സർവകലാശാലയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രദർശന വസ്തുവുണ്ട്. അത് ഒരു കൊച്ചങ്ങയാണ്, അല്ലെങ്കിൽ അച്ചിങ്ങ. അത് തുണിയിൽ ഉണ്ടാക്കുന്ന കറ നമ്മൾ സാധാരണ കരുതും അത് കണ്ടു കഴിഞ്ഞാൽ ആ കറ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്നായിരിക്കും കരുതുന്നത്. എന്നാൽ തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി 1930കളിൽ ഒരു വിദ്യാർത്ഥി ഇതേ വിഷയം തന്നെ എങ്ങനെ ഈ കറയെ ഉപയോഗിക്കാം എന്നാക്കി മാറ്റിക്കൊണ്ട് അതിൽ നിന്ന് ഒരു ഡൈ സൃഷ്ടിച്ച ചരിത്രം ഈ സർവകലാശാലയ്ക്കുണ്ട്. അതും കൂടെ ഓർമ്മപ്പെടുത്തുന്ന തരമാണ് ഈ ബസ്സിനകത്ത് പ്രദർശന വസ്തുക്കൾ അണിയിച്ചൊരുക്കി.
ഹൈറ്റ്സ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി അനർഹ നിമിഷം എന്ന പേരിൽ ഒരു ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചു. രണ്ടായിരത്തി 20 അന്തരിച്ച പ്രശസ്ത ഫോട്ടോഗ്രാഫർ പുനലൂർ രാജൻ പകർത്തിയ സിനിമക്കാരുടെ ചിത്രങ്ങളാണ് ഈ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിലുള്ളവരെയൊക്കെ കുറേ പേരൊക്കെ സിനിമയിലൂടെ അല്ലാതെ സ്ക്രീനിൽ കണ്ട് പരിചയമുണ്ട്. അങ്ങനെ ഒരുപാട് സ്റ്റിലുകൾ ഇങ്ങനെ ഒരുമിച്ച് കാണുമ്പോൾ ഒരു സന്തോഷം. ഇവിടെ ഇപ്പം നമ്മളെ ഇപ്പോഴത്തെ തലമുറ എന്ന് പറയുമ്പോൾ പഴയകാല സിനിമകളിലോട്ട് അധികം ചായുന്നവരുണ്ട്, ചായാത്തവരുമുണ്ട്. അവർക്ക് അറിഞ്ഞുകൂടാ ഇപ്പം എന്താണ് പഴയകാല നായകന്മാർ ആരാണ്, നടന്മാർ ആരാണെന്നുള്ളത്. അപ്പോൾ ഇതുപോലുള്ള ഈ എക്സിബിഷൻ, ഇതുപോലുള്ള ഒരുപാട് ചിത്രങ്ങളൊക്കെ കാണുമ്പം ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഇതൊരു നല്ല അറിവായി തന്നെ മാറുകയാണ്. ഒരുപാട് നടന്മാർ ഇങ്ങനെ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു തെളിവ് കൂടിയാണ് ഇവിടെ ഈ ഒരു എക്സിബിഷനിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരുപാട് അവരുടെ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെ പ്രശസ്തമായ ഒരുപാട് നടന്മാർ, ഒരുപക്ഷെ നമ്മൾ ഇപ്പോഴത്തെ തലമുറ കണ്ടു വളർന്ന അവരുടെ പ്രായമേറിയ ആ കാലഘട്ടത്തിൽ നിന്നും അവരുടെ ചെറുപ്പകാലം നമുക്ക് കാണാൻ കൂടി നമുക്കിവിടെ സാധ്യമാണ്. അപ്പോൾ വളരെ നല്ലൊരു അനുഭവമാണ് ഓരോരുത്തർക്കും. ഇവിടെ ഇപ്പോഴത്തെ തലമുറ എന്ന് മാത്രമല്ല പഴയകാല എന്താ പറയുക ഈ സിനിമകളെയൊക്കെ ആരാധിച്ചവർക്ക് ഇവിടെ വരുമ്പോൾ ഒരു നൊസ്റ്റാലജിക് ഫീൽ കൂടി ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. വളരെ നല്ല ഒരു എക്സിബിഷനാണ് ഇവിടെ കാണാൻ പറ്റിയത്. കാരണം നമ്മൾ കേട്ടറിവുള്ള പഴയ കുറേ നടന്മാരും കഥാകൃത്തുക്കളും നോവലിസ്റ്റുകളും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റി. അതിൽ കൂടുതലായിട്ട് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത് ജോൺ അബ്രഹാമിൻ്റെ ഒരു ചിത്രം കണ്ടു. അദ്ദേഹത്തിൻ്റെ അമ്മയെ അറിയാനെന്നുള്ള ഒരു നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ പുള്ളിയെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. പിന്നെ ബഷീറിൻ്റെ പഴയ കാലമാണെങ്കിലും പിന്നെ വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ പഴയകാലം കണ്ടു. അങ്ങനെ ഒരുപാട് അനുഗ്രഹീത കലാകാരന്മാരുടെ അവർ ഏറ്റവും ചെറുപ്പമായിരുന്ന കാലഘട്ടവും പിന്നെ അവർ വയസ്സായതിനു ശേഷവും നമ്മുടെ ഒരു 2 തലമുറ മുമ്പുള്ളവരെ തന്നെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റി. അത് നല്ലോണം തന്നെ അറിയാൻ പറ്റി. താങ്ക് യു. ഈ ഒരു പ്രദർശനം കണ്ട് പുറത്തു വരുമ്പോൾ സന്തോഷത്തെക്കാളേറെ മനസ്സിലൊരു വിങ്ങലാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഇപ്പോൾ ഫോട്ടോയിൽ കണ്ട 90% ആൾക്കാർ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം ഇവിടെ അവശേഷിക്കുന്നു. ഇതേസമയം കേരള സർവകലാശാലയിലെ ഹിന്ദി വിഭാഗം മെജസ്റ്റിക് സിനിമാസ് എന്ന പേരിൽ ഇന്ത്യൻ സിനിമയിലെ അനർഹ നിമിഷങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡോക്യുമെൻ്ററി പ്രദർശനം സംഘടിപ്പിക്കുകയുണ്ടായി. റിസർച്ച് ഫെസ്റ്റ് എക്സിബിഷന് വേണ്ടിയിട്ട് ഹിന്ദി വിഭാഗത്തിലുണ്ടായ ഒരു ആശയമാണ് മെജസ്റ്റിക് സിനിമാസ്. ഞങ്ങൾ അതിൻ്റെ ടീം മെമ്പേഴ്സാണ്. നമ്മുടെ സിലബസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഫിലിം പഠിക്കാനുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു ആശയം മുന്നോട്ട് വന്നത്. ബോളിവുഡ് ഫിലിംസിനെ 10 കാലഘട്ടങ്ങളായി തിരിക്കുകയും അതിൽ എന്നും മനസ്സുകളിൽ തങ്ങി നിൽക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സിനിമകളെ ഒരു ചെറിയ ക്ലിപ്പുകളാക്കി 10-12 മിനിറ്റ് അടങ്ങുന്ന ഒരു ഷോർട്ട് വീഡിയോ ആക്കിയിട്ടാണ് നിങ്ങൾക്ക് മുന്നിലൂടെ പ്രദർശിപ്പിക്കുന്നത്.
1913 തൊട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫിലിംസിനെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ടെക്നിക്കലി വന്ന മാറ്റങ്ങൾ, അതായത് നമ്മുടെ ക്യാമറയിൽ വന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ എഡിറ്റിംഗ് വിഭാഗത്തിൽ വന്ന മാറ്റങ്ങൾ, വസ്ത്രാലങ്കാരം, അല്ലെങ്കിൽ അഭിനയത്തിൽ വന്ന മാറ്റങ്ങൾ, ഇതൊക്കെയാണ് ഇതിലൂടെ ഞങ്ങൾ പറഞ്ഞു വെക്കുന്നത്. സാഹിത്യത്തിൻ്റെ സംഭാവന മൂലം ഒരുപാട് ഫിലിംസ്, നല്ല നല്ല ഫിലിംസ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ഫിലിംസ്, ഒരുപാടില്ല എന്നാലും 2-3 ഫിലിംസ് ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഞങ്ങൾ നല്ല ഫേമസ് ആയിട്ടുള്ള ഓരോരോ ഫിലിംസിൻ്റെ ഡയലോഗ്സ് കോട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ സാഹിത്യത്തിൽ നിന്നും സിനിമ ആക്കപ്പെട്ട അത് എങ്ങനെയാണ്, ഏത് സാഹിത്യ ബുക്കുകൾ നമ്മൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ നോട്ടീസുകൾ, അതൊക്കെ ഞങ്ങളുടെ പ്രദർശനത്തിനായി വെച്ചിട്ടുണ്ട്. ബാനഡ് മൂവീസ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ പല മൂവീസും ബാൻ ചെയ്തിട്ടുണ്ട്. അത് പൊളിറ്റിക്കൽ ഇഷ്യൂസ് കാരണം, സോഷ്യൽ ഇഷ്യൂസ്, ന്യൂഡിറ്റിയൊക്കെ കൊണ്ട് സെൻസർഷിപ്പ് ചെയ്തു വെച്ചിരിക്കുന്ന കുറേ മൂവീസ് ഉണ്ട്. അതൊക്കെ ഇപ്പോൾ ചില മൂവീസ് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഒരുവിധം മൂവീസും ആ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്കെങ്കിലും ബാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ മൂവീസിൻ്റെ കുറച്ച് പോസ്റ്റേഴ്സ് നമ്മൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്, ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ പരിപാടി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.